നിലമ്പൂരിൽ UDF പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർ എം സ്വരാജിനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അരങ്ങേറുന്ന നാടകങ്ങൾ കാണിക്കുന്നത്. അണിയറയിൽ ഒരുങ്ങി അരങ്ങേറുന്ന നാടകങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. വ്യാജ നാടകങ്ങൾ വരുമെന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. അത് തന്നെ വന്നിരിക്കുന്നു. ഇപ്പം എന്താണ് സംഭവം? ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. വിഖ്യാത എഴുത്തുകാരൻ നൊബേൽ ജേതാവ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്. അതിൻ്റെ മലയാളം ഏതാണ്ട് ഇങ്ങനെയാണ്: ഓർക്കുന്നതും ഓർത്ത് എടുക്കുന്നതുമാണ് ജീവിതം. ഓർത്ത് എടുക്കുന്നതുമാണ് ജീവിതം. അപ്പൊ ചില ഓർത്തെടുക്കലുകൾ ഇവിടെ പങ്കുവയ്ക്കണം. എന്താണ്? ഇപ്പൊ സ്വരാജിനെ ആക്ഷേപിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടവനല്ലേ നിലമ്പൂരിൽ മത്സരിക്കാൻ വന്നത്. തൃപ്പൂണിത്തുറയിൽ 2016 ജയിച്ചു. മാന്യമായ ഭൂരിപക്ഷത്തിന് 4000-ലധികം വോട്ടിന് എം സ്വരാജ് ജയിച്ചു. 2021 992 വോട്ടിന്, നിസ്സാര വോട്ടിന് എം സ്വരാജ് തോറ്റു. ഓർത്തെടുത്ത് പറയുകയാണ് മാർക്കേസ് പറഞ്ഞതുപോലെ. എന്താണ് സംഭവിച്ചത് നമ്മൾ അറിയണ്ടേ? ഈ വ്യാജ പ്രചാരണവും നുണകളും മാത്രം നിലമ്പൂരിലെ വോട്ടർമാർ കണ്ടുകെട്ടു പോയാൽ മതിയോ? സത്യങ്ങളും അറിയണ്ടേ? എന്താണ് കാര്യം? തൃപ്പൂണിത്തുറയിൽ 5 തവണ ജയിച്ച ആളാണ് കെ ബാബു MLA, മന്ത്രിയായി, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ, കോൺഗ്രസിലെ മുതിർന്ന നേതാവ്. അദ്ദേഹം സ്വന്തം കുത്തകയാക്കി വെച്ച മണ്ഡലമാണ്. 1991 മുതൽ തുടർച്ചയായി 4 തവണ പിന്നെ സ്വരാജ് ജയിക്കുന്നു, പിന്നെ 5-ാം തവണ വീണ്ടും ജയിക്കുന്നു. ഭൂരിപക്ഷം ചെറുതൊന്നുമല്ലായിരുന്നു. അത് ആദ്യം 14,000-ൽ പരം വോട്ട്, പിന്നെ 15,000-ൽ പരം വോട്ട്, പിന്നെ 24,000-ൽ പരം വോട്ട്, അവസാനം പിന്നെ ജയിച്ചതും ഈ ആദ്യ 4 തവണയിൽ 15,000 വോട്ടിന്. പിന്നെയാണ് ഇപ്പോൾ അവസാനം ഏറ്റവും ഒടുവിൽ സ്വരാജിനെതിരെ 992 വോട്ടിന് ജയിച്ചത്. അതിന് കേസും വഴക്കും കോടതിയിലെല്ലാം കയറിയിറങ്ങിയ കേസാണ്, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ജയിച്ചു വന്ന് സ്വന്തം തട്ടകമാക്കി ഇത്രയും വർഷം 2-3 പതിറ്റാണ്ട് ഇത് കയ്യിൽ വെച്ചിരുന്ന ആള് അവിടെ തോറ്റത് എം സ്വരാജിനോടായിരുന്നു. അപ്പോ അങ്ങനെ ഉള്ള ഒരാളിനെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത്. തൃപ്പൂണിത്തുറയിൽ തോറ്റു വന്ന MLA അല്ലെ, തോറ്റ MLA. ഒരു ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന പോലെ, ഇന്നസെന്റിന്റെ കഥാപാത്രം പറയുന്നത്, തോറ്റ MLA അല്ലെ നിലമ്പൂരിൽ വന്നത്. അപ്പൊ നിലമ്പൂരിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി തോറ്റതിന്റെ കണക്ക് കൂടി മാർക്കേസ് പറഞ്ഞ പോലെ ഓർത്തെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർ. എന്താണ് സംഭവം? അതിന്റെ ചാർട്ട് കൊടുക്കാൻ കാണുന്നത്. 2016, 2021 ഈ 2 ഇലക്ഷൻ മാത്രം നോക്കിയാൽ മതി. ബാക്കി അതിനു മുമ്പ് 4 തവണ അദ്ദേഹം ജയിച്ചു വന്നതാണല്ലോ കെ ബാബു, വൻ ഭൂരിപക്ഷത്തിന്. അന്ന് കെ ബാബുവിന് കിട്ടിയ വോട്ട് 58,230. ശതമാനം പറഞ്ഞാൽ 37.6% വോട്ടാണ് ബാബുവിന് കിട്ടിയത്. സ്വരാജ് 67,346 വോട്ടുകൾ. വോട്ടിംഗ് പെർസെൻറ്റേജ് ശതമാനം 40.53 എന്ന് പറഞ്ഞാൽ സ്വരാജ് 4,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുന്നു. വോട്ടിംഗ് വ്യത്യാസം തന്നെ ഏതാണ്ട് ഒരു 3% അധികം വോട്ടുകൾ നേടിയിട്ടാണ് കെ ബാബുവിനെ എം സ്വരാജ് ആദ്യമായിട്ട് പരാജയപ്പെടുത്തുന്നത്. പരാജയത്തിന്റെ രുചി അന്നാണ് കെ ബാബു ആദ്യമായിട്ട് അറിയുന്നത്. ഇനി അന്ന് BJP സ്ഥാനാർത്ഥി ഡോക്ടർ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ട് 29,843. ശ്രദ്ധിക്കണം, 29,843. ശതമാനം പറഞ്ഞാൽ 19.3% വോട്ട്. ഇനി 2021 വരിക. എം സ്വരാജ് 992 വോട്ടിന് തോറ്റ ഇലക്ഷനിലേക്ക് വരിക. അവിടെയാണ് ഏറ്റവും രസകരമായ ഈ കണക്കുകൾ വരുന്നത്. എം സ്വരാജിന് 2,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി 2016-നേക്കാൾ 2021 തൃപ്പൂണിത്തുറയിൽ. അതായത് കെ ബാബു 65,875 വോട്ട് നേടി, ശതമാനം 42. എം സ്വരാജ് 64,883 വോട്ട് നേടി, ശതമാനം 41.5. ചെറിയ ശതമാന വ്യത്യാസം. 41.5 എം സ്വരാജ്, 42% കെ ബാബു. ഇനി വോട്ടുകൾ BJPക്ക് കിട്ടിയത് 23,756 വോട്ട്. 23,756. ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ച്, ശതമാനം 15.2. അപ്പോ 2021
15.2% വോട്ട് കിട്ടിയ BJP സ്ഥാനാർത്ഥിക്ക് 2016 19.3% വോട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ ബാക്കി 4% വോട്ട് 15-4-19 BJPയുടെ 4% വോട്ട് എവിടേക്ക് പോയി എന്ന് പറഞ്ഞാൽ 7000-ൽ പരം വോട്ടുകൾ എവിടെ പോയി? അത് BJP ആർക്ക് മറിച്ചു? കെ ബാബുവിന് മറിച്ചപ്പോൾ കെ ബാബു 992 വോട്ടിന് ജയിച്ചു. ഇതാണ് മഹത്തായ വിജയം. എം സ്വരാജിനെ അടിച്ചൊതുക്കി തോൽപ്പിച്ച് കെ ബാബു വിജയിച്ചത്. ആരുടെ വോട്ട് കൊണ്ട് വിജയിച്ചു നമ്മൾ ആലോചിക്കണം. സർവ്വ സുഡാപ്പികളുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും സർവ്വ ജിഹാദികളുടെയും BJPയുടെയും സർവ്വ മഴവിൽ സഖ്യത്തിൻ്റെ വോട്ട് മുഴുവൻ തടുത്തു വാരി കൂട്ടിയാണ് വെറും 992 വോട്ടിന് കെ ബാബു ജയിച്ചത്, എം സ്വരാജിനെ തോൽപ്പിച്ചത്. ഈ ചരിത്രം നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാർ അറിയേണ്ടതല്ലേ ഇത്? ഇവിടെയാണ് വ്യാജ കാർഡുകൾ ഇപ്പം ഇറക്കുന്നത്. നിലമ്പൂരിലേക്ക് തോറ്റ MLA വന്നിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനോട് തോറ്റി, ഇനി ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനോടുകൂടെ തോറ്റാൽ മതിയല്ലോ എന്ന വ്യാജ കാർഡുകൾ ഇറക്കുന്നത്. ഇനി ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരാം. ഈ വീഡിയോ ഇത്തിരി നീണ്ടുപോകും, പക്ഷെ ഡേറ്റ പറയുന്നതുകൊണ്ട് നമ്മളിത് ഇത്തിരി പറഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടെ പ്രേക്ഷകർ ക്ഷമിക്കുക. ഈ ആര്യാടൻ ഷൗക്കത്ത് 2015 വരെ നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. 2016 നിലമ്പൂര് മുനിസിപ്പാലിറ്റി ആവുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ തലപ്പത്ത് 15 വർഷം 2015 വരെ തുടർന്നു. 10 വർഷം 2015 വരെ 10 വർഷക്കാലം അവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരുന്നയാളാണ് ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ. ആ സമയത്ത് ആര്യാടൻ മുഹമ്മദ് MLA ആയിരുന്നു. അവിടെ 30 വർഷക്കാലം MLA ആയിരുന്നു. മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുന്ന MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് സ്വന്തം മകന് തീറെഴുതി കൊടുത്ത മണ്ഡലമാണ് നിലമ്പൂർ. അങ്ങനെ 2016 ആദ്യമായിട്ട് പിതാവ് ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ മകൻ ആ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ആരോട് തോറ്റു? 11,000-ൽ പരം വോട്ടിന് PV അൻവറിനോട് തോറ്റു, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് തോറ്റു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ എം സ്വരാജിനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നത്, അവിടുത്തെ UDFകാരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി 10 കൊല്ലത്തോളം നിലമ്പൂരിന്റെ ഭരണാധിപനായിരുന്നല്ലോ, പിന്നെ അത് മുനിസിപ്പാലിറ്റി ആയി. ഈ മുനിസിപ്പാലിറ്റി അതിന് ശേഷം ഈ 2 ടേം തുടർച്ചയായിട്ട് അവിടെ ഭരിക്കുന്നത് ആരാണ്? CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണ്. അതും നമ്മൾ ഓർക്കുക. നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് തുടർച്ചയായിട്ട് 2 ടേമായിട്ട് 10 കൊല്ലത്തോളായിട്ട് ഇടതുമുന്നണിയാണ്, CPIM നേതൃത്വം നൽകുന്നത്. അപ്പൊ ആര്യാടന്റെ ഷൗക്കത്തിന്റെ ബലം എവിടെ തെളിയിക്കാൻ പറ്റി? ഇത്രയും വർഷം 30 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് നോക്കിയ മണ്ഡലത്തിലേക്ക് മകനെ പ്രതിഷ്ഠിച്ചിട്ട് മകൻ ദയനീയമായിട്ട് 11,000 വോട്ടിന് തോറ്റുപോയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ കോൺഗ്രസ്സുകാർക്ക് എം സ്വരാജിനെ കുറ്റപ്പെടുത്താൻ എന്ത് അവകാശമുണ്ട്? വ്യാജ കാർഡുകൾ ഇറക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയുകയാണ്. INC FB സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, FB സോൾജിയേഴ്സ് അവരുടെ പോരാളി ഷാജി എന്നൊക്കെ പറയുന്ന പോലെ ഇടത് ഹാൻഡിലുകൾ പോലെ ഒരു വലത് ഹാൻഡില്, കോൺഗ്രസിന്റെ സോൾജിയേഴ്സ് പോസ്റ്റ്, പോരാളികളുടെ പോസ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു എം സ്വരാജിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ട് പച്ച നുണ പ്രചരിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സംഭവം പറയുകയാണ്. ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു, നിരുത്തരവാദിത്തപരമായ പരാമർശം നടത്തിയ സ്വരാജിനെ നിലമ്പൂർകാർ മറന്നു പോകരുത്. എങ്ങനെയുണ്ട്? സ്വരാജ് ഇങ്ങനെ ഒരിക്കലും ഒരു വാചകം പറഞ്ഞിട്ടില്ല എന്ന് വിവരമുള്ളവർക്കറിയാം. ഇത് ആരുടെ വാചകമാണ്? നിങ്ങൾ കോൺഗ്രസിലേക്ക് ഏറ്റെടുത്ത് ഭാരവാഹിയാക്കിയ സന്ദീപ് വാര്യർ ഒരു ടെലിവിഷൻ ചർച്ച പറഞ്ഞ വാചകമാണിത്. ഏത്? ഗാന്ധിജിയെ ചെറുതായൊന്നു വെടിവെച്ചു കൊന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ നിങ്ങൾ 2 കൈയും നീട്ടി ഇപ്പം സ്വീകരിച്ച് കോൺഗ്രസിനകത്ത് എടുത്തു വെച്ചിരിക്കുക. മലപ്പുറം ജില്ലക്കാരനെ, മണ്ണാർക്കാടിനും മലപ്പുറത്തിനും അടുത്ത് താമസിക്കുന്ന ആ നാട്ടുകാരനെ. അദ്ദേഹം ഇന്ന് വരെ അത് നിഷേധിച്ചിട്ടുണ്ടോ? അപ്പോ നിങ്ങളുടെ കൂടെ ഇപ്പൊ നിൽക്കുന്ന സന്ദീപ് വാര്യർ പറഞ്ഞ വാചകം ഇന്നുവരെ അദ്ദേഹം അതിൽ ഖേദിച്ചിട്ടില്ല, ക്ഷമ പറഞ്ഞിട്ടില്ല. ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്നുള്ള പരാമർശം ഇന്നുവരെ അദ്ദേഹം പിൻവലിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരാളെ സ്വന്തം പാളയത്തിൽ കയറ്റി വെച്ചിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ വാചകം
എം സ്വരാജിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് എം സ്വരാജിന്റെ ഇമേജും വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക. എന്ത് ജനാധിപത്യ മര്യാദയാണ് നിങ്ങൾക്കുള്ളത്? പച്ച നുണയല്ലേ ഇത്? ഇതിനെതിരെ സ്വരാജും ഇടതുപക്ഷവും സൈബർ നിയമപ്രകാരം കേസുകൾ കൊടുക്കണം. വെറുതെ വിടരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നുണ പ്രചരിപ്പിച്ചൊരു ഇലക്ഷൻ അട്ടിമറിക്കാൻ നോക്കിയാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാർക്കേസ് പറഞ്ഞത് വീണ്ടും പറഞ്ഞുകൊണ്ട്, ഓർമ്മകളില്ലാതെ ജീവിതമില്ല, അത് ഓർക്കുന്നതും ഓർത്തെടുക്കുന്നതുമാണ് ജീവിതം. നിലമ്പൂരിനും അത് ബാധകമാണ്. വ്യാജ കള്ള നുണ പ്രചാരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ചില സത്യങ്ങൾ, ചില വസ്തുതകൾ, ചില ഡേറ്റ ഞങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ദീർഘിച്ച് ഈ വീഡിയോയിൽ ഇത്രയും കാര്യം പറയേണ്ടി വന്നത്.